ഹലോ മക്കളെ, SSLC ഇംഗ്ലീഷിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടോപ്പിക്കാണ് കോൺവെർസേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ്. എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഒരു 5 മാർക്ക് വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ടാഗ് ലോകത്തെ ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷ് ഗ്രാമറാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ് വാട്ടർ, നിങ്ങൾ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫയർ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് സ്കൈ അല്ലേ, ആകാശം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? എർത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്തെങ്കിലും പറയുന്നു. ഓക്കെ, അത്രയും സിമ്പിളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ അത്രയും വളരെ സിമ്പിളാണ്. ഞാൻ ചോദിക്കട്ടെ, ആർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആർ നോട്ട് അല്ലേ? ഓക്കെ, ആർ ഇൻറ്റ്. ഓക്കെ, ഞാൻ പറയുകയാണ് യെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നോ. അത്രയും സിമ്പിളാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സേവ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം സെറ്റാക്കി തരാം. പിന്നെ കോൺവെർസേഷൻ ഉണ്ടാവും. നിങ്ങൾ എക്സാമിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സാമിൽ ഒരു 4 മാർക്കോ 5 മാർക്കോ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഒന്ന് നോക്കി, വളരെ സിമ്പിളാണ്. ഞാൻ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കി തരാം, ബ്ലാക്ക് ആക്കി തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ പോയി ഇതാ റെഡി. ഓക്കെ, നോക്കിയേ, നിങ്ങൾക്കിതാ ഒരു ഡയലോഗ്, ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ ഒരു അറ്റത്ത് ഇങ്ങനെ മൂലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ ടാഗാണ്. ഇവിടെ ഒരു ഡയലോഗ്, പിന്നെ ഒരു ഇഫ് യു ഹാഡ് ക്വസ്റ്റ്യൻ എപ്പോഴും വരും. പിന്നെ ലാസ്റ്റ് യു ഹാഡ് ബെറ്റർ വരും. വെരി സിമ്പിൾ, വളരെ സിമ്പിൾ. ഓക്കെ, യു ഹാഡ് ബെറ്ററും വരും, അതേപോലെ ഇഫ് യു ഡോണ്ടും വരും. ഇഫ് കണ്ടീഷണലും അതേപോലെ യു ഹാഡ് ബെറ്റർ അതിൻ്റെ അഡ്വൈസ് കൊടുക്കുന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ 4-5 ചോദ്യം എപ്പോഴും വരും. 4-5 മാർക്കിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിന് എന്താ ആൻസറും കിട്ടും. പിന്നെ മക്കളെ, ഞങ്ങളുടെ കുഞ്ഞ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അവിടെ പറയുന്നത്. പിന്നെ മക്കളെ, നിങ്ങളിപ്പോൾ SSLC കഴിഞ്ഞിരിക്കുന്ന ആളാണ്, +1 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കിട്ടും. സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, JEE and NEET എല്ലാം ഓൺലൈനായിട്ട് കിട്ടും. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ലാംഗ്വേജ് വെച്ച് പറയാം. നിങ്ങൾ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ നോക്കണ്ടേ, യു ഡിഡിൻറ്റ് വാച്ച് കിഷ്കിന്ധാഖണ്ഡം. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന സാധനം. നീ കിഷ്കിന്ധാഖണ്ഡം കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണോ പറയാം? നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നീ കിഷ്കിന്ധാഖണ്ഡം കണ്ടില്ല, കണ്ടോ അല്ലേ? നമ്മളൊരു ചോദ്യം കണ്ടില്ലേ, ഇല്ലേ എന്ന് ചോദിക്കില്ല. ഒരു അറ്റത്തൊരു ക്വസ്റ്റ്യൻ, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, യു ഡിഡിൻറ്റ്, ഇതെന്താണ് മക്കളെ? എല്ലാവരും പറയും ഇതെന്താ ഡിഡിൻറ്റ് എന്ന് പറയുമ്പോൾ ഡിഡ് നോട്ട്, അപ്പം നെഗറ്റീവാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ നോക്കിയേ, ഡിഡിൻ്റ് ആണ്. ഡിഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിഡ്. ഡിഡ്. ഇനി നീ കിഷ്കിന്ധാഖണ്ഡം കണ്ടില്ല, ഇല്ലടാ നീ, ഇല്ലേ നീ, നിന്നോടാണ് ചോദിക്കുന്നത്. അപ്പം ആരോടാണ് ചോദിക്കുന്നത്? അവൻ്റെ പേര് തന്നെ എടുത്തിട്ട് യു ആയതുകൊണ്ട് യു, ഡിഡ് യു കഴിഞ്ഞു. നോക്കിയേ, യു ഡിഡിൻറ്റ് വാച്ച് കിഷ്കിന്ധാഖണ്ഡം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഡിഡ് യു കണ്ടോ, ഞാനില്ലാണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി, നീ വരുന്നുണ്ട്, യു ആർ കമ്മിങ്, അതൊരു പോസിറ്റീവ് അല്ലേ? ഇവിടെ നോക്കിയാൽ യു ആർ എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവാണ്. നീ വരുന്നുണ്ട്, ഇല്ലടാന്ന് ചോദിക്കില്ല, ഇല്ലേ എടാ, അപ്പോൾ എന്താ? നെഗറ്റീവാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആറിൻ്റെ നെഗറ്റീവ് എന്താണ് മക്കളെ? ആർ നോട്ട് കേട്ടോ. ഇന്ന് ആർ നോട്ടിൻ്റെ ഷോർട്ട് ഫോം കേട്ടോ. ഇങ്ങനെ ആർ നോട്ട് യു എന്ന് പറയില്ല, ആറിൻറ്റ് യു എന്ന് പറയും. ആൻഡ് ആരാണ്? യു എടുത്ത് അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ യു ആറിൻറ്റ് യു കഴിയും. യു ആർ കമ്മിങ്, നീ വരുന്നുണ്ട്, ഇല്ലടാ ഇല്ലേ, അപ്പോൾ അതാണ് യു ആർ കമ്മിങ്, ആറിൻറ്റ് യു. അപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അടുത്തത് വി ഹാവ് ഫിനിഷ്ഡ്. ഇതെല്ലാവരും ഒന്ന് കമൻസിൽ ആൻസർ ചെയ്തേ. എല്ലാവരും കമൻസിൽ ആൻസർ ചെയ്യുക. വി ഹാവ് ഫിനിഷ്ഡ്. ഹാവ് എന്താണ്? നമ്മൾ കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഹാവ് പോസിറ്റീവാണ്, അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ എന്താണ്? പിന്നെ എടുത്തിട്ട് ഈ വി എടുത്തിട്ട് ഹാവ് എന്താണ്? ഡാഷ് ബി എന്തായിരിക്കും? ഹാവിൻ്റെ നെഗറ്റീവ് എന്താണ്? ഒരു കമൻസിൽ ചെക്ക് ചെയ്യുന്നത് ലൈക്ക് അടിക്കുക, കറക്റ്റ് ആൻസർ. അയ്യോ കാണരുത്. ഓക്കെ, യു ഡു ലൈക്ക് കോഫി. ഇവിടെ ഒരു ഓക്സിലറി വേർബായ യു ഡു ലൈക്ക്. അപ്പം ശരിക്കും യു ലൈക്ക് കോഫി എന്ന് പറയാൻ പറ്റും. യു ഡു ലൈക്ക് എന്ന് പറയുമ്പോൾ ഒരു ഓക്സിലറി വേർബും കൂടെ ഉണ്ട്. അപ്പം വളരെ സിമ്പിളാണ്. നിനക്ക് കോഫി ഇഷ്ടമാണ്, അപ്പോൾ പോസിറ്റീവാണ്. ഡൂവിൻ്റെ ഓപ്പോസിറ്റ് ഡോണ്ട്. ഓക്കെ, അപ്പം ഡോണ്ട് ആര്? ഡോണ്ട് യു. ഓക്കെ, ഡോണ്ട് യു. വളരെ സിമ്പിൾ പരിപാടി. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്. ഇനിയിപ്പോൾ നോക്കിയേ, ദേ വിൽ ഹെൽപ്പ്. വിൽ എന്നുള്ള വാക്കിൻ്റെ നെഗറ്റീവ് എന്താണ്? വിൽ എല്ലാവർക്കും അറിയാം, വിൽ നോട്ട് അല്ലേ? വിൽ നോട്ട്. അപ്പോൾ വിൽ നോട്ട് ഷോർട്ട് ഫോം ഒക്കെ വിലുണ്ടെന്നില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വിൽ നോട്ട് എന്ന് വരുമ്പോൾ നമ്മൾ വോണ്ട് എന്ന് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ വോണ്ടിൻ്റെ ഓപ്പോസിറ്റ് വില്ലാണ്, വില്ലിൻ്റെ ഓപ്പോസിറ്റ് വോണ്ട് ആണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ദേ വിൽ ഹെൽപ്പ്, അവർ സഹായിക്കും, ഇല്ലേ അവർ. അപ്പോൾ എന്താണ്? വോണ്ട് നെഗറ്റീവ്, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവായി. വോണ്ട് ദേ കഴിഞ്ഞു. വളരെ സിമ്പിൾ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ, യു വിൽ വാച്ച് എക്സാമിനർ ലൈവ്. നിങ്ങൾ ലൈവ് കാണുമല്ലേ? നീ എക്സാമിനർ ലൈവ് കാണുമല്ലേ? അപ്പോൾ നോക്കിയേ, വില്ലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നമ്മൾ വോണ്ട്. ഓക്കെ, വോണ്ട് ആര്? വോണ്ട് യു കഴിഞ്ഞു. അയ്യേ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാൻ പറയല്ലേ? ഫയർ എന്ന് പറഞ്ഞാൽ വാട്ടർ അങ്ങനെയൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ സാധനം, ഐസോ എന്ത് വേണമെങ്കിക്കോട്ടെ, സിമ്പിളായിട്ട് പറയും അല്ലേ? ഇവിടെ ഇതൊന്നും പറഞ്ഞേ, ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. മഴ പെയ്യുന്നില്ല. പെയ്യുന്നുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. യെസ്,
ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇസിൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സാധനമാണ്, അതിൻ്റെ പോസിറ്റീവ് ആ നോട്ടങ്ങ് ഒഴിവാക്കുക. അപ്പം എന്താ ഇസ് ഇറ്റ് എന്താണ് ഇസ് ഇറ്റ് കഴിയും. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. ഇസ് ഇറ്റ് മഴ പെയ്യുന്നില്ലല്ലോ, പെയ്യുന്നുണ്ടോ അങ്ങനെ അതാണ് വേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ ആ സംഭവം കണ്ട് ഇവിടെ നോക്കിയേ ചിലപ്പോൾ നോട്ടൊന്നും കാണില്ല, ഇത് നെഗറ്റീവാ. വി ഹാവ് നെവർ, മക്കളെ ഹാവ് നെവർ എന്ന് പറയുമ്പോൾ ഒരിക്കലും നെവർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആട്ടോ. അപ്പം എന്താണ് ഇവിടെ പോസിറ്റീവ്. അപ്പം എന്താണ് ഹാവ് നെവർ ഹാവ് നോട്ട് എന്ന് വിചാരിച്ചാൽ മതി. വി ഹാവിൻറ്റ് സീൻ ദാറ്റ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ഹാവ് വി. ഇത്രയുള്ള സംഭവം, സിമ്പിൾ സംഭവമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം ലൈക്ക് ചെയ്യാം, നാളെ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ സിമ്പിൾ. ഇനി അത് കിട്ടി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഡയലോഗ് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പ് യു ഹാഡ് ബെറ്റർ വരും. ഓക്കെ യു ഹാഡ് ബെറ്റർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഉപദേശം അല്ലെങ്കിൽ എന്താ ഒരു വാർണിംഗ്, അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ജാഗ്രത എന്നൊക്കെ പറഞ്ഞത്. യു ഹാഡ് ബെറ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ബേസ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ യു ഹാഡ് ബെറ്റർ പാസ്റ്റ് സെൻസ് ആക്കണം, V1 ഫോം ഓഫ് ദ വെർബ്. ഓക്കെ അപ്പോൾ യു ഹാഡ് ബെറ്റർ എന്ന് കേൾക്കുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് ടെൻസ് അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിൾ. അപ്പോൾ നോക്കിയാൽ യു ഹാഡ് ബെറ്റർ സ്റ്റഡീഡ് അല്ല, സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ് V1 ഫോം. സ്റ്റഡീഡ് അല്ലല്ലോ, യു ഹാഡ് ബെറ്റർ സ്റ്റഡി ഫോർ യുവർ എക്സാം. യു ഹാഡ് ബെറ്റർ കോൾഡ് അല്ല, കോൾ ദ ഡോക്ടർ. യു ഹാഡ് ബെറ്റർ വെയർ എ ഹെൽമെറ്റ്, വെയർ വോർ അല്ല, പാസ്റ്റ് ടെൻസ് അല്ല. ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് V1 ഫോം ആണ് കേട്ടോ, പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ യു ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ V1 ഫോം പ്രസൻറ്റ് ടെൻസും കിട്ടാൽ മതി. ഓക്കെ പാസ്റ്റിലേക്ക് ആക്കരുത്, അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അപ്പോൾ നമുക്കൊരു എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡയലോഗ് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ അടുത്ത ഡയലോഗ് നോക്കിയിട്ട് കേട്ടോ. പിന്നെ ഗ്രാമർ എല്ലാ വീഡിയോസും ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് എക്സാമിന് അടിപൊളി മാർക്സ് മേടിക്കാം. ഓക്കെ റെഡി. അപ്പോൾ നോക്കിയാൽ ഇത് 4 മാർക്കോ 5 മാർക്കാണ്, കാരണം 5 ചോദ്യം 5 മാർക്ക് കേട്ടോ, 5 മാർക്കാണ് വരേണ്ടത് കേട്ടോ. ചോദ്യം നോക്കാം. സാറ അലീനോട് ചോദിക്കുകയാണ് യു ആർ അപ്സെറ്റ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഡാഷ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ. അപ്പം യു ആർ അപ്സെറ്റ്, അപ്പം നിനക്ക് വിഷമമുണ്ട്, നിനക്ക് നല്ല ചായയും പഴംപൊരി എടുത്താലോ എന്നാണോ ചോദ്യം? അല്ല, ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ്. അപ്പം യു ആർ അപ്സെറ്റ് ഇത് പോസിറ്റീവാണ്, ആരോടെ യുവിനോട്, അപ്പം ഇവിടെ യു തന്നെ വരും കേട്ടോ. അപ്പോൾ നോക്കിയേ അത് ക്ലിയർ ആക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്താ ഒന്ന് പെണ്ണ് ചെറുതാക്കട്ടെ. അപ്പോൾ യു ആർ അപ്സെറ്റ്, ആറിൻ്റെ നെഗറ്റീവ് ആർ നോട്ട്. ഓക്കെ അത് നെഗറ്റീവാണ്. ആറിൻ്റെ യു എടുത്തിട്ട് ആറിൻ്റെ യു. നീ സങ്കടത്തിലാണ് അല്ലയോ നീ. ഓക്കെ യെസ് ഡിയർ എന്ന് പറയും 4. അപ്പോൾ സാറ എന്തോ ചോദിക്കുന്നു, ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഫുൾ സെൻറ്റൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് അല്ല കേട്ടോ, ഫുൾ സെൻറ്റൻസ് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചോദ്യം മനസ്സിലാക്കണമെങ്കിൽ ചോദ്യം അറിയില്ല, അപ്പോൾ ആൻസർ നോക്കുക. എന്താണ് ഐ ലോസ്റ്റ് യുവർ ഷൂസ് അറ്റ് അക്ബർ അക്കാസ് ഷോപ്പ്. അപ്പം അലി പറയാണ് നിൻ്റെ ചെരുപ്പ് ഷൂ ഞാൻ അക്ബർ അക്കാസ് ഷോപ്പിന് കളഞ്ഞു പോയി എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? അപ്പം നീ സങ്കടത്തിലാണ്, സങ്കടത്തിലാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താ, എന്ത് പറ്റി, വാട്ട് ഹാപ്പൻഡ്. ഓക്കെ വാട്ട് ഹാപ്പൻഡ് ഡിയർ എന്നോ വാട്ട് ഹാസ് ഹാപ്പൻഡ് അല്ലെ വാട്ട് ഹാപ്പൻഡ് എന്നൊക്കെ വളരെ സിമ്പിളായിരിക്കും. വാട്ട് ഹാപ്പൻഡ്. ഓക്കെ നീ വലിയ സെൻറ്റൻസ് ആണ്, വാട്ട് ഹാപ്പൻ ടു മേക്ക് യു വെരി സാഡ്, സങ്കടമാവാൻ താങ്കളുടെ കാരണം എന്താണെന്നൊക്കെ ചോദിക്കാം. അതിൽ വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കാം. ഓക്കെ വാട്ട് ഹാപ്പൻ ടു യു അല്ലെ വാട്ട് ഹാപ്പൻ. ഓക്കെ വൈ ആർ യു സാഡ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് ഐ ലോസ്റ്റ് യുവർ ഷൂസ് അറ്റ് അക്ബർ അക്കാ ഷോപ്പ്. ഇനി അടുത്തത് വീണ്ടും ഒരു ചോദ്യം, എൻ്റെ അമ്മയെ ചോദ്യം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ്. ചോദ്യത്തിന് ഉത്തരം യെസ് ഐ സെർച്ച് ദ പ്ലേസ് പ്രോപ്പർലി ബട്ട് കുഡൻറ്റ് ഫൈൻഡ് ഇറ്റ്. ഞാൻ നോക്കി പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചോദ്യം എന്തായിരിക്കും, മര്യാദയ്ക്ക് തിരഞ്ഞോ, നന്നായിട്ട് തിരഞ്ഞോ, ഡിഡ് യു സെർച്ച് ഫോർ ഇറ്റ് പ്രോപ്പർലി, ഡിഡ് യു. അപ്പോൾ യെസ് ആയിരിക്കണം ആൻസർ, ഡിഡ് യു സെർച്ച് ഫോർ ഇറ്റ്. ഓക്കെ വെറുതെ വളരെ ബേസിക് ആക്കാതെ നമ്മളിന്ന് സെർച്ച് ഫോർ ഇറ്റ്, അതിലുപയോഗിച്ച വാക്കുകൾ ഫോർ ഇറ്റ് പ്രോപ്പർലി എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് മറിക്കുമ്പോൾ ഡിഡ് യു സെർച്ച് ഫോർ ഇറ്റ് പ്രോപ്പർലി, യെസ് ഐ സെർച്ച് ഫോർ ഇറ്റ് ബട്ട് കുഡൻറ്റ് ഫൈൻഡ് ഇറ്റ്. ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൈ ഷൂസ്, എൻ്റെ ഷൂ കൊണ്ടുവന്നില്ലെങ്കിൽ. ഓക്കെ അപ്പോൾ നോക്കിയാൽ ഇവിടെ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ക്വസ്റ്റ്യൻ ടാഗ് അല്ല കേട്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലല്ലോ. അപ്പോൾ ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൈ ഷൂസ്, അപ്പോൾ എന്താണ് നമുക്കറിയില്ല ഇവിടെ എന്തോ ഉണ്ട്, ഇതൊരു ഭീഷണി അല്ലെങ്കിൽ എന്തൊരു കാര്യം പറയണം. ഓക്കെ ഡോണ്ട് ടെൽ ഫാദർ ഹി വിൽ ബീറ്റ് ബോത്ത്. അച്ഛനോട് പറയല്ലേ, അച്ഛൻ നല്ല തല്ലി വരും. ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൈ ഷൂസ്, ഓക്കെ സോറി ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൈ ഷൂസ്. ഓക്കെ അപ്പോൾ എന്താണ്, അപ്പം അച്ഛനോട് പറയരുതെന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനോട് പറയുന്ന ഐ വിൽ ടെൽ ഫാദർ. ഓക്കെ ഐ വിൽ ടെൽ. ഓക്കെ ഐ വിൽ inform father, I will tell father. Okay I will tell father about this. No I will tell father. No ഇങ്ങനെയാണ് സിമ്പിൾ ആക്കി വെച്ചാൽ മതി. I will tell father. Okay if you don't I will. Okay don't tell father I will get, he will beat both of us. What shall I wear tomorrow? നാളെ ഞാൻ എന്തിടും? ഇവിടെ you had better. ഇതൊരു ഉപദേശം അല്ലേ, you had better. എന്താ ഉപദേശം എനിക്ക് അറിയില്ല. അടുത്ത ഡയലോഗ് എനിക്ക്. ഓക്കെ
ഐ വിൽ വെയർ യുവർ സ്നീക്കേഴ്സ്. ഓക്കെ, ഞാൻ നാളെ നിൻ്റെ സ്നീക്കേഴ്സ് ഇട്ടുകൊണ്ട് പോകാം. ഓക്കെ, സ്നീക്കേഴ്സ് അല്ല. ഓക്കെ, യു ഹാഡ് ബെറ്റർ. അപ്പോൾ എന്താണ്? നീ വേണേൽ എൻ്റെ ഇട്ടോളാനാണ് പറയുന്നത്. ഓക്കെ, യു ഹാഡ് ബെറ്റർ. നോക്കിയേ, വെയർ യുവർ സ്നീക്കേഴ്സ് പ്രസൻറ്റ് ടെൻസിൽ വേണം, ഇത് V1 ഫോമിൽ വേണം എന്നുള്ള കാര്യം യു ഹാഡ് ബെറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? യു ഹാഡ് ബെറ്റർ വോറാണോ, വോറിനാണോ, വേറാണോ? വെയർ മൈ സ്നീക്കേഴ്സ്. വെയർ യോറല്ല, അലി പറയാണ് എൻ്റെ ഷൂട്ടോ, വേർ മൈ സ്നീക്കേഴ്സ്. അപ്പോൾ സാറ് പറയാണ് ഞാൻ നിൻ്റെ സ്നീക്കേഴ്സ് ഇട്ടോളാം. ഇത്രയുള്ള സംഭവം ഇതാണ്. ഇതിൻ്റെ ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആർഎൻടി യു കറക്റ്റ്, വാട്ട് ഹാപ്പൻഡ് കറക്റ്റ്, ഡിഡ് യു സെർച്ച് ഫോർ ദം, ഐ വിൽ ടെൽ ഫാദർ, വേർ മൈ സ്നീക്കേഴ്സ്. ഓക്കെ, ഇവിടെ വേറിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണല്ലോ, കറക്റ്റാണ്. ഓക്കെ, വേർ മൈ സ്നീക്കേഴ്സ്. ഇത്രയുള്ള സംഭവം ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാണ്, പ്ലീസ് ആൻസർ ഇൻ ദ കോമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ക്ലൂ തരാണ്. യെസ് സർ. അപ്പോൾ മിസ്റ്റർ തോററ്റ്, ഐ സി ദാറ്റ് യു ഹാവ് ബ്രോട്ട് 2 ടൈഗേഴ്സ്. 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്നു. ഓക്കെ, യെസ് സർ, ഐ ഡിസൈഡഡ് ടു പ്ലേ സേഫ്. ഇഫ് വൺ ഡസൻ പെർഫോം, ഒരെണ്ണം പെർഫോം ചെയ്തില്ലെങ്കിൽ, ക്വസ്റ്റ്യൻ ടാഗ് അല്ല കേട്ടോ, ഒരെണ്ണം പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടല്ലോ, വി ഹാവ് ബാക്കപ്പ് എന്നൊക്കെ ഇതിൽ എഴുതിയേക്കാം. ഓ ദാറ്റ് ഈസ് വണ്ടർഫുൾ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ്, ഇവിടെ ഒരു കോമയുണ്ട്, ഇതൊരു കോമയാണ്, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് ഈസ് വണ്ടർഫുൾ, ദാറ്റ് ഈസ് വണ്ടർഫുൾ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇസ് എന്നുള്ള വാക്കുണ്ട്, അത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പം അതിൻ്റെ നെഗറ്റീവ് ഇവിടെ വരണം, ആൻഡ് ദാറ്റ് എടുത്തിട്ട് ഇത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തേ. ഓക്കെ, എന്താണ് ആൻസർ? ആ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ട്. ഇഫ് എവറിത്തിങ് വി ക്യാൻ സ്റ്റാർട്ട് ഷൂട്ടിംഗ് റെഡി ക്യാൻ ഇവിടെ വേണമെങ്കിൽ ദാറ്റ്സ് വണ്ടർഫുൾ. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് അല്ല, പ്ലീസ് ബി വെയർ. നോക്കിയേ, ദാറ്റ്സ് വണ്ടർഫുൾ, ഇൻ ദാറ്റ് ആണ് വരേണ്ടത്. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. പക്ഷേ നോക്കിയേ, ഇവിടെ വേറെ ചോദ്യം യെസ് സർ. അവർ ചോദ്യമുണ്ട്, ആൻസർ എന്താണ്? യെസ് സർ. യെസ് സർ ആൻസർ വരണമെങ്കിൽ ഐ ഹാവ് ഫിക്സ് ദ വയർ ടു ദ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ആ പണി ചെയ്തോ? ടൈഗർ സ്കിൻ്റെ കോളറായിട്ട് മിക്സ് ചെയ്ത്, അതാണ് ചോദ്യം വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ആൻസർ നോക്കണം, യെസ് സർ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നോക്കിയേ. ഓക്കെ, ഇഫ് എവറിത്തിങ് ഈസ് റെഡി. നോക്കി, ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. വി ക്യാൻ പോസിറ്റീവ്, വി ക്യാൻ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് സൂൺ. ഓക്കെ, അപ്പോൾ ക്യാൻ്റെ പോസിറ്റീവായിട്ട് നെഗറ്റീവ് എടുക്കുക, വി എടുത്തിട്ട് വിടുക. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ദ ക്രൗഡ് സീംസ് അൺഇമാജിനബിൾ, യു ഹാഡ് ബെറ്റർ. ഇവിടെ V1 ഫോം. ഓക്കെ, ക്രൗഡ്, നാട്ടുകാരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും കാണിക്കുക, നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുക, പോലീസിനെ വിളിക്കുക. അതിവിടെ പ്രസൻറ്റ് ടെൻസിൽ V1 ഫോമിൽ എഴുതുക. അത്രേ ഉള്ളൂ മക്കളെ. നിങ്ങളുടെ കോൺവെർസേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ മൊത്തം പഠിച്ചു. ആൻഡ് നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലും ഞങ്ങളുടെ ചാനലും എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ, ആൻഡ് സി യു ഇൻ ദ ലൈവ് ക്ലാസ്.